ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായ വസ്തുക്കളെല്ലാം തന്നെ കുറച്ചു കാലം നിലനിന്ന് ഇല്ലാതെയാകുന്നവയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു പരമസത്യമാണിത്. എന്നാൽ നാം ധരിച്ചിരിക്കുന്നത് ഈ ഉണ്ടായ വസ്തുക്കളെല്ലാം എന്നും നിലനിൽക്കുമെന്നും നമ്മോടൊപ്പം ഉണ്ടാകും എന്നും ഇവയൊക്കെ സുഖപ്രദമാണെന്നും ധരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല സംഭവം. ഈ ഉള്ളതായ ആ പരമാത്മ സത്യത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നവയെല്ലാം ഉണ്ടായതാണ്. ഉണ്ടായവയെല്ലാം നിലനിന്ന് നശിക്കുന്നവയുമാണ്. ഉള്ളതിനോ നാശമില്ലതാനും. ഉണ്ടായതൊക്കെ നശിക്കുന്നതുമാണ്. എന്നാൽ ഉള്ളതിൽ നിന്നാണ് ഈ നശിക്കുന്നവ ഉണ്ടായത് എന്നതും നാം ഗ്രഹിക്കണം. ഉണ്ടായവയെല്ലാം കാലാവസാനേന ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ഉള്ളതറിവാണ്, ആനന്ദമാണ്, ഉള്ളതിനഴിവില്ലൊരു കാലത്തും. ഇതാണ് ഒരു പരമസത്യം നമുക്ക് വിളിച്ച് ഓതിത്തരുകയാണ്. ഉണ്ടായവയെല്ലാം കാലാവസാനേന ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ഉണ്ടായതൊക്കെ ഒരു പ്രത്യേക കാലം ചെല്ലുമ്പോൾ ഏതിൽ നിന്നാണോ ഉണ്ടായത് അതിൽ തന്നെ ലയിക്കുന്നു. പക്ഷേ കാലം ഓരോന്നിനും വ്യത്യസ്തമാണ്. നമ്മുടെ ആയുസ് പോലെ തന്നെ. ഒരു വൃക്ഷത്തിനാണെങ്കിൽ ഒരു പയർ ചെടിക്ക് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ആ ചെടി വാടിക്കൊഴിഞ്ഞു പോകുന്നു. ഒരു വാഴയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് കുല വന്ന് അത് നശിക്കുന്നു. എന്നാൽ ഒരു പ്ലാവ് മരമാണെങ്കിൽ കുറേ വർഷങ്ങളോളം നിൽക്കുന്നു. മാവ്, പ്ലാവ്, പുളി ഇതൊക്കെ കുറേ വർഷങ്ങളോളം ഫലം തന്ന് നിലനിൽക്കുന്നു. അങ്ങനെ ഓരോന്നിനും കാല വ്യത്യാസമുണ്ട്. മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ? ചിലർ 100 വർഷത്തിലധികം ജീവിക്കുന്നു. ചിലർ 6 വയസ്സിൽ തന്നെ പോകുന്നു. ചിലർ ഗർഭകാലത്ത് തന്നെ പോകുന്നു. അങ്ങനെ വ്യത്യസ്തമായ കാലയളവാണ് ഓരോ മനുഷ്യനും ഉള്ളത്. കാലം തീരുമ്പോൾ അത് ഈ ലോകത്തിൽ നിന്നും വിട പറയുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഉണ്ടായവ എല്ലാം തന്നെ കാലാവസാനേന കാലം അവസാനിക്കുമ്പോൾ ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ഒരു തിരയുണ്ടായി സെക്കൻഡുകളോളം നിലനിന്ന് അത് വെള്ളത്തിൽ തന്നെ ലയിക്കുന്നു. ആ തിര വെള്ളം തന്നെയാണ്. ഒരു പ്രത്യേക ആകൃതി ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ നിന്ന് ഒരു ഓളം പറ്റിയത് മാത്രമാണ് തിര എന്ന പേരിൽ നാം അറിയപ്പെടുന്നത്. തിരയായപ്പോഴും അത് വെള്ളം തന്നെയാണ്. സ്ഥായിയായ വെള്ളത്തിൽ നിന്ന് ഒരു ചലനം ഉണ്ടായി. ആ ചലനം കുറച്ച് സമയം നിലനിന്ന് അത് അതിൽ തന്നെ ലയം പ്രാപിക്കുന്നു. അത്രയേയുള്ളൂ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. നാം ജനിച്ച് ലോകത്തിലേക്ക് വരുന്നു. അല്പകാലം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ദശകളെ തരണം ചെയ്ത് ഈ ലോകത്തിൽ നിന്നും വിട പറയുന്നത് ഒരു വാസ്തവമല്ലേ? അത് ഉൾക്കൊള്ളാൻ എന്തിനാ നാം ഇത്ര മടിക്കുന്നത്? ഭയപ്പെടുന്നത് എന്തിന്? അത് ലോകത്തിലെ ഒരു സത്യം മാത്രമാണ്. ഉണ്ടായതാണ് ഈ ദേഹം, ഉള്ളതാണ് ഇതിനകത്തിരിക്കുന്ന ചൈതന്യം. ഇതിൽ നാം എന്ന് പറയപ്പെടുന്നത്, ഞാൻ എന്ന് പറയപ്പെടുന്നത് എന്താണെന്ന തിരിച്ചറിവാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഞാൻ എന്നത് ദേഹമാണെന്ന് സത്യമായി ഉറച്ചിരിക്കുന്നതിനാൽ നമുക്ക് ഭയവും ദുഃഖവും പരിഭ്രമവും എല്ലാം ഉണ്ടാവും. എന്നാൽ എന്നെ തിരിച്ചറിഞ്ഞാൽ ശരീരം എൻ്റേതാണ് എന്നും ശരീരമാണ് ജനിച്ചതെന്നും ശരീരമാണ് പരിണാമത്തിന് വിധേയമാകുന്നതെന്നും
ശരീരമാണ് ഉപേക്ഷിക്കുന്നതെന്നും ബോധിച്ചാൽ എനിക്ക് നാശമില്ല. നാം ഉറപ്പിക്കേണ്ട പരമസത്യം അതാണ്. നാശമില്ലാതെ നശിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചതാണ് നമുക്കുള്ള എല്ലാ വിഷമങ്ങൾക്കും കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയുമ്പോൾ നാം അമരരാണ്, മരിക്കാത്തവരാണ്. പിന്നെ മരണഭയം എങ്ങനെയുണ്ടാകും? നാം പൂർണ്ണരാണ്, നാം ഓരോരുത്തരും. പക്ഷെ നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ തെറ്റിദ്ധാരണ നീക്കുന്നതാണ് ആത്മബോധം. ആത്മബോധം എന്നാൽ ഉള്ളതിനെയും ഇല്ലാത്തതിനെയും തിരിച്ചറിഞ്ഞ് ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നതെന്തോ അത് താൽക്കാലികം മാത്രം. ഏതിൽ നിന്നാണോ ഇതൊക്കെ ഉണ്ടായത് അത് ശാശ്വതമായത്, അതാണ് ഉള്ളത്. ഇതിൽ നാം ഏതിൽപ്പെടും? ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നതാണോ സ്ഥായിയായി ഉള്ളതാണോ നമ്മൾ എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അതിൽ നാം ഈ ശരീരമുണ്ടായി കുറച്ചു കാലം നിലനിന്ന് ഇല്ലാതെയാകുന്നത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു പരമസത്യമാണ്. അതാണ് ഞാനെന്ന് ധരിക്കുമ്പോൾ എനിക്ക് ജനനവും മരണവുമുണ്ട്. ഞാൻ ദേഹമല്ല, ദേഹം എൻ്റേതാണ്. എൻ്റെ കയ്യ്, എൻ്റെ കാല് എന്ന് നാം പറയാറുണ്ട്. എൻ്റെ പേന എന്ന് പറയുമ്പോൾ നാം പേനയാകുന്നില്ല. എൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ പുസ്തകവുമല്ല, പുസ്തകം എൻ്റേത്. അതുപോലെയാണ് എൻ്റെ തല എന്ന് പറയുമ്പോൾ ഞാൻ തലയല്ല, തല എൻ്റേതാണ്. എൻ്റെ കാലെന്ന് പറയുമ്പോൾ ഞാൻ ഈ കാലല്ല, കാലെൻ്റേതാണ്. അപ്രകാരം ശരീരത്തെ നാം തിരിച്ചറിയുമ്പോൾ ഇത് അസ്ഥിരമായതാണ്. ആ ശരീരം അല്ല നാം. നമുക്ക് ജനനവും മരണവുമില്ല. ജനനവും മരണവും ഉള്ളത് ശരീരത്തിനാണ് എന്ന സത്യം ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം. ഈ ശരീരത്തിനുള്ളിൽ സാക്ഷിയായി നിൽക്കുന്ന പൊരുളാണ് നാം ഓരോരുത്തരും എന്ന സത്യമൊന്ന് ബോധിച്ചു നോക്കൂ. അപ്പോൾ പരമമായ ആനന്ദത്തിൻ്റെ ഉടമയായിരിക്കും നാം. സത്തായിരിക്കുന്ന പരമാത്മാവ് ആനന്ദസ്വരൂപിയാണ്. അത് അനശ്വരമാണ്, അത് നാശമില്ല. നാശമില്ലാത്ത വസ്തു ഒരിക്കലും നശിക്കുന്നതുമല്ല. അതിനാൽ ഉണ്ടായവ എല്ലാം കാലാവസാനേന ഉള്ളതിൽ തന്നെ ലയിച്ചിടുന്നു. ഉള്ളതറിവാണ്, ആനന്ദമാണ്. ഉള്ളതീ നഴിവില്ലൊരു കാലത്തും. ഉള്ളതിന് ഒരു അഴിവും എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറവില്ല, ഏറെയാകുന്നുമില്ല, കുറവാകുന്നുമില്ല. അത് എങ്ങും പരിപൂർണമായി നിലകൊള്ളുന്നു. അതാണ് പരമസത്യം, അതാണ് ആത്മാവ് എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഒരു കാലത്തും അതിന് ഏറ്റക്കുറവില്ല എന്നതാണ് വാസ്തവം. ഹരേ കൃഷ്ണ.